UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് SITക്കെതിരായി രംഗത്തെത്തിയത്? മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ചൽ. പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ UDF കൺവീനറെ ചോദ്യം ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഇപ്പോൾ കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്. ഞങ്ങളാരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചോ? CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ CPIMന് ഒന്നും മറക്കാനില്ല, പൂർണ്ണമായിട്ടും SITയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് നോക്കൂ. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ, UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്? ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. സ്വർണം കട്ടത് ആരപ്പാന്നുള്ളത് ഇനി അത് മാറി വരും എന്നാണോ പറയുന്നത്? അതായത് സ്വർണം കട്ട് വിറ്റവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്ന ഒറ്റ ചിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ UDF കൺവീനറും പത്തനംതിട്ടയിലെ മന്ത്രി എം രാജേഷ് എന്തായാലും VD സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെതിരെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT വിളിപ്പിച്ചപ്പോൾ, ഇത് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണ് എന്ന വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. നമ്മൾ